ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം യുദ്ധവർണ്ണന തുടരുകയാണ്. 23-ാമത്തെ ശ്ലോകം. നമുചി പഞ്ചദശഭി സ്വർണപുംഖൈ മഹാ ഇഷുഭിഃ ആഹത്യ വ്യനദത് സംഘേ സ തോയ ഇവ തോയദഃ. നമുചി എന്ന അസുരൻ സ്വർണപുംഖൈഹി പൊന്മയങ്ങളായ കണകളോടുകൂടിയ പഞ്ചദശഭിഹി 15,000 മഹാ ഇഷുഭിഹി ഉഗ്രമായ ശരങ്ങളാൽ സംഘേ ആഹത്യ ആ യുദ്ധത്തിൽ ആഞ്ഞടിച്ച് സ തോയഹ നീര്, അതായത് മഴ പെയ്യാൻ വേണ്ടി വെമ്പുന്ന തോയതഹ കാർക്കൊണ്ടൽ മേഘം പോലെ ഇവ വ്യനദത് ഗർജിച്ചു. 24-ാമത്തെ ശ്ലോകം. എല്ലാ അസുരന്മാരും ഒരുമിച്ച് ഇന്ദ്രനെ അങ്ങോട്ട് പൊതിഞ്ഞു എന്ന് പറയുന്നു. സർവത ശരകൂടേന ശക്രം സരഥ സാരഥിം ഛാദയാമാസുഹു അസുരാഹ പ്രാവൃട് സൂര്യം ഇവ അംബുദഃ. അംബുദാഹ മേഘങ്ങൾ, പ്രാവൃട് സൂര്യം വർഷകാലത്ത് സൂര്യനെ മേഘങ്ങൾ എങ്ങനെയാണോ പൊതിഞ്ഞ് അങ്ങനെ മൂടുന്നത്, ഇവ എന്ന പോലെ അസുരാഹ അസുരന്മാർ സർവതഃ എല്ലാ ഭാഗത്തു നിന്നും ശരകൂടേന ശരകൂടം കൊണ്ട് സ രഥ സാരഥ്യം രഥത്തോടും സാരഥിയോടും കൂടിയ ശക്രം ഇന്ദ്രനെ ഛാദയാമാസുഹു മൂടിക്കളഞ്ഞു. 25. അലക്ഷയന്തഃ തം അതീവ വിഹ്വല വിചുക്രുഷുഹു ദേവഗണാഃ സഹ അനുഗാഃ അനായകാഃ ശത്രുബലേന നിർജിത വണിപഥ ഭിന്ന നവോ യഥാ അർണവേ. സഹ അനുഗാഹ അനുചരന്മാരോടുകൂടിയ ദേവഗണാഹ ദേവവൃന്ദങ്ങൾ തം ഈ ഇന്ദ്രനെ അലക്ഷയന്തഃ കാണാതെ അതീവ വിഹ്വലാഹ ഏറ്റവും വിവശരായി ശത്രുബലേന നിർജിതാഹ ശത്രു സൈന്യത്താൽ പരാജിതരായിട്ട് ഏതുപോലെ മുറവിളി കൂട്ടി എന്ന് പറയുന്നു. അനായകാഹ നേതാവില്ലാത്തവരായി ഭവിച്ച് അർണവേ കടലിൽ ഭിന്ന നവഹ കപ്പൽ തകർന്നു പോയാൽ ആ വണിപഥാഹ കച്ചവടക്കാർ എങ്ങനെയാണോ മുറവിളി കൂട്ടുക തഥാ അതുപോലെ വിചുക്രുഷുഹു ഈ ദേവന്മാരെല്ലാം മുറവിളി കൂട്ടാൻ തുടങ്ങി. അവർ നോക്കുമ്പോൾ ഇന്ദ്രനെ എവിടെയും കാണുന്നില്ല. എന്നാൽ ഏതാനും നിമിഷങ്ങൾക്കകം ഇന്ദ്രൻ ആ അസുരന്മാരെ ആ ഒരു ആവരണത്തെയൊക്കെ ഭേദിച്ചിട്ട് പുറത്തേക്ക് വന്നു. 26. തതഃ തുരാഷാട് ഇഷുബദ്ധ പഞ്ചരാത് വിനിർഗതഃ സ അശ്വരഥ ധ്വജാഗ്രണി ബഭൗ ദിശ ഖം പൃഥിവീം ച രോചയൻ സ്വതേജസാ സൂര്യ ഇവ ക്ഷപാത്യയേ. തതഃ അതിനുശേഷം തുരാഷാട് ദേവേന്ദ്രൻ ഇഷുബദ്ധ പഞ്ചരാത് ശരങ്ങൾ കൊണ്ട് നിബന്ധിച്ച ആ കൂട്ടിൽ നിന്ന് സ അശ്വരഥ ധ്വജ അഗ്രണീഹി കുതിരകളും തേരും കൊടിയും സാരഥിയും ഒത്തുചേർന്നുകൊണ്ട് വിനിർഗതഃ പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വന്ന ഇന്ദ്രൻ ഒരു സൂര്യനെ പോലെ ശോഭിച്ചു. അതിനെയാണ് വർണ്ണിക്കുന്നത് ദിശഃ ഖം പൃഥിവീം ച ദിക്കുകളെയും ആകാശത്തെയും ഭൂമിയെയും സ്വതേജസാരോചയൻ തന്റെ തേജസ്സുകൊണ്ട് തിളക്കം കൊള്ളിച്ച് ക്ഷപാത്യയേ സൂര്യ ഇവ രാത്രിയുടെ അവസാനത്തിലെ സൂര്യൻ, അതായത് പ്രഭാത സൂര്യൻ എന്ന പോലെ ബഭൗ പ്രശോഭിച്ചു. 27. നിരീക്ഷ്യ പൃതനാം ദേവ പരൈഹി അഭ്യർത്ഥിതാം രണേ ഉദയച്ഛത് റിപും ഹന്തും വജ്രം വജ്രധരോരുഷ. വജ്രധരഃ ദേവഃ വജ്രായുധമേന്തിയ ആ ഇന്ദ്രൻ രണേ യുദ്ധത്തിൽ പരൈഹി അഭ്യർത്ഥിതാം ശത്രുക്കളാൽ തകർക്കപ്പെട്ട പൃതനാം നിരീക്ഷ്യ തന്റെ സൈന്യത്തെ കണ്ടിട്ട്
രുഷാ കോപാവേശത്താൽ രിപും ഹന്തും ശത്രുക്കളെ കൊല്ലുവാൻ വജ്രം ഉദയച്ചത് വജ്രായുധത്തെ ഓങ്ങിപ്പിടിച്ചു. 28 സഹ തേനയേവ അഷ്ടധാരേണ ശിരസി വലപാകയോഹോ ജ്ഞാതീനാം പശ്യതാം രാജൻ ജഹാര ജനയൻ ഭയം. ഹേ രാജൻ, സഹ ആ ഇന്ദ്രൻ അഷ്ടധാരേണ 8 വശത്തും കൂർത്ത വായ്ത്തലകളുള്ള തേനയേവ ആ വജ്രായുധം കൊണ്ട് തന്നെ വലപാകയോഹോ വലന്റെയും പാകന്റെയും ഈ 2 അസുരന്മാരുടെയും ശിരസി തലകൾ ജ്ഞാതികൾ അവരുടെ ബന്ധുക്കൾ പശ്യത നോക്കി നിൽക്കെ അവർക്ക് നോക്കി നിന്ന ആ ജ്ഞാതീനാം ഭയം ജനയൻ ബന്ധുജനങ്ങൾക്ക് ഭീതിയെ ഉളവാക്കിക്കൊണ്ട് ജഹാര അറുത്തെടുത്തു. 29 നമുചിഹി തദ്വധം ദൃഷ്ട്വാ ശോക അമർഷ രുഷാന്വിതഃ ജിഘാംസുഹു ഇന്ദ്രം നൃപതേ ചകാര പരമോദ്യമം. ഹേ രാജാവേ, തദ്വധം ദൃഷ്ട്വാ ഇവരുടെ ഈ വലപാകന്മാരുടെ വധത്തെ കണ്ട് ശോക അമർഷ രുഷാന്വിതഃ സങ്കടവും രോഷവും ക്രോധവും കലർന്ന നമുചി ഇന്ദ്രം ജിഘാംസുഹു ഇന്ദ്രനെ വധിക്കുവാൻ ഉദ്ദേശിച്ച് പരമോദ്യമം ചകാര അതിപ്രയത്നം ചെയ്തു. പിന്നീട് നമുചി യുദ്ധത്തിന് ചെല്ലുകയാണ് ഇന്ദ്രന്റെ അടുത്ത്. 30 അശ്മസാരമയം ശൂലം ഖണ്ഡാവത് ഹേമഭൂഷണം പ്രഗൃഹ്യ അഭ്യദ്രവത് ക്രുദ്ധോ ഹതോസീതി വിതർജയൻ പ്രാഹിണോ ദേവരാജായ നിനദൻ മൃഗരാട് ഇവ. ക്രുദ്ധനായ ആ നമുചി അശ്മസാരമയം കാരിരുമ്പുകൊണ്ട് ഉണ്ടാക്കിയതും ഖണ്ഡാവത് കിലുക്കുമണികൾ കെട്ടിയതും ഹേമഭൂഷണം പൊന്നണിഞ്ഞതുമായ തന്റെ ശൂലം പ്രഗൃഹ്യ ശൂലത്തെ കരത്തിലെടുത്ത് ഹതാസി ഞാൻ നിന്നെ കൊന്നു കഴിഞ്ഞിരിക്കുന്നു ഇതി വിതർജയൻ എന്നിങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇന്ദ്രന്റെ നേരെ അഭ്യദ്രവത് പാഞ്ഞു ചെന്നു. മൃഗരാട് ഇവ നിനദൻ സിംഹം പോലെ അലറിക്കൊണ്ട് ദേവരാജായ പ്രാഹിണോദ് ഇന്ദ്രന്റെ നേർക്ക് ആ ശൂലത്തെ അയക്കുകയും ചെയ്തു. 31 തദാപതത് ഗഗനതലേ മഹാജവം വിചിച്ഛിതേ ഹരിഹി ഇഷുഭി സഹസ്രധ തം അഹനത് നൃപാ കുലിശേന കന്ധരേ രുഷാന്യുതഃ ത്രിദശപതി ശിരോഹരൻ. ഗഗനതലെ അന്തരീക്ഷത്തിൽ മഹാജവം അതിവേഗത്തോടെ ആപതത് നേരിട്ട് വന്നണയുന്ന ആ ശൂലത്തെ തത് ഹരിഹി ഇന്ദ്രൻ തന്റെ ഇഷുഭിഹി അമ്പുകൾ കൊണ്ട് സഹസ്രധാ വിവിച്ഛിതേ ആയിരക്കണക്കിന് തുണ്ടുകളാക്കി മുറിച്ചിട്ടു. ഹേ രാജാവേ, രുഷാന്വിതഃ ത്രിദശപതി ക്രോധാവിഷ്ടനായ ആ ദേവരാജാവ് ആ നമുചിയുടെ ശിരഹ ഹരൻ തലയെടുക്കാൻ ഉദ്ദേശിച്ച് കുലിശേന തം തന്റെ വജ്രത്താൽ അവനെ കന്ധരെ അഹനത് അവന്റെ കണ്ഠത്തിൽ പ്രഹരിച്ചു. എന്നാൽ ഇന്ദ്രനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നമുചിക്ക് ഒരു പോറലു പോലും ഏറ്റില്ല. 32 നതസ്യ ഹി ത്വചമപി വജ്ര ഊർജിതോ വിഭേദയ സുരപതിന ഓജസ ഈരിതഃ തദദ്ഭുതം പരം അതിവീര്യ വൃത്രഭിത് തിരസ്കൃതോ നമുചി ശിരോധരത്വച. സുരപതിയായ ദേവേന്ദ്രനാൽ ഓജസ ഈരിതഃ ഊക്കോടുകൂടി അയക്കപ്പെട്ട യഹ ഊർജിതഃ വജ്രഃ ഹി ബലിഷ്ഠമായ വജ്രായുധമാകട്ടെ തസ്യ ആ നമുചിയുടെ ത്വചമഭി ന ബിഭേദ തൊലിയെ പോലും പിളർന്നില്ല. അതിവീര്യ വൃത്രഭിത് മുൻപ് വൃത്രാസുരനെ പോലും അത്രയും കരുത്തുള്ള വൃത്രാസുരനെ മുറിച്ച് തുണ്ടുതുണ്ടാക്കിയ ആ വജ്രായുധം ഇന്നിപ്പോൾ നമുചി ശിരോധരത്വച നമുചിയുടെ കഴുത്തിലെ തൊലിയാൽ തിരസ്കൃത അവഹേളിക്കപ്പെട്ടു. ആ വജ്രായുധത്തിന്റെ മാഹാത്മ്യമില്ലാതായോ എന്ന് തോന്നിപ്പോയി എന്നത് തത് പരം അദ്ഭുതം, അത് വലിയ ആശ്ചര്യകരമായി. എന്തുകൊണ്ട് തന്റെ വജ്രായുധത്തിന് ഇത് സംഭവിച്ചു എന്നറിയാതെ ഇന്ദ്രനാകെ പരിഭ്രാന്തനായി. 33 തസ്മാത് ഇന്ദ്രഃ അബിഭേദ് ശത്രോഃ വജ്രഃ പ്രതിഹതോ യതഃ കിമിദം ദൈവയോഗേന ഭൂതം ലോകവിമോഹനം.
യതഃ വജ്രഃ പ്രതിഹതഃ, ഏതൊരുവനിൽ നിന്ന് വജ്രായുധം തടസ്സപ്പെട്ടുവോ, തസ്മാത് ശത്രോഹോ, ആ ശത്രുവിൽ നിന്ന് ഇന്ദ്രഃ അബിഭേത്, ഭയന്നുപോയി. ദൈവയോഗേന, വിധിയുടെ ദുർഘടന കൊണ്ട്, ലോകവിമോഹനം ഭൂതം, ലോകത്തെ അമ്പരപ്പിക്കുന്ന തരത്തിൽ സംഭവിച്ച ഇതം കിം, ഇതെന്താണ്, വജ്രായുധം ഇങ്ങനെ അല്ലല്ലോ. പിന്നീട് ഇന്ദ്രൻ വ്യാകുലതയോടെ ഈ വജ്രത്തിന്റെ മാഹാത്മ്യത്തെ കുറിച്ച് ചിന്തിക്കുകയാണ്. പക്ഷെ ഇന്ന് എന്ത് സംഭവിച്ചു എന്നിങ്ങനെ ചിന്തിച്ചതാണ് 34, 35, 36 ശ്ലോകങ്ങളിൽ പറയുന്നത്. യേനമേ പൂർവമദ്രീണാം പക്ഷച്ഛേദ പ്രജാത്യയേ കൃതോ നിവിശതാം ഭാരൈ പതത്രൈ പതതാം ഭുവി തപസ്സാരമയം ത്വാഷ്ട്രം വൃത്രോ യേന വിപാടിതഃ അന്യേ ചാപി ബലോപേതാത് സർവാസ്ത്രൈ അക്ഷതത്വചഃ സോയം പ്രതിഹതോ വജ്രോ മയാ മുക്തഃ അസുരേ അൽപകേ നാഹം തദാദദേ ദണ്ഡം ബ്രഹ്മതേജഃ അപി അകാരണം. പണ്ട് പുരാ പതത്രൈഹി, ചിറകുകളോടുകൂടി പറന്നിരുന്നവയും, ഭാരൈഹി, ഭാരാധിക്യം കൊണ്ട് ഭുവി പതിതാം, ഭൂമിയിൽ വീഴുന്നവയും, നിവിശതം, അങ്ങിങ്ങ് സ്ഥലം പിടിച്ചിരുന്നവയുമായ അദ്രീണം, പർവ്വതങ്ങളുടെ പോലും പക്ഷച്ഛേദഃ, ചിറകുകളുടെ വെട്ടി അറുക്കൽ എങ്ങനെയാണോ, ഏതായുധം കൊണ്ടാണോ മേ കൃതഃ, എന്നാൽ നിർവഹിക്കപ്പെട്ടത്, ഇത് ത്വാഷ്ട്രം, ത്വഷ്ടാവിനെ സംബന്ധിച്ച സാരമയം തപഹ, അത്യുഗ്രമായ തപസ്സിന്റെ പരിണിത ഫലമായിട്ടുണ്ടായ വൃത്രഃ, വൃത്രാസുരൻ, യേന, ഏതൊരു വജ്രായുധം കൊണ്ട് വിപാടിതഃ, പിളർക്കപ്പെട്ടവനായോ, അപിച്ച, അതിനും പുറമെ, സർവ അസ്ത്രൈഹി അക്ഷതത്വജഃ, എല്ലാതരം അസ്ത്രങ്ങളാലും പുറന്തൊലിക്കു പോലും പോറലേൽക്കാത്ത, ബലോപേതാഹ അന്യേ, ബലശാലികളായ മറ്റനേകം പേരും ഏതൊരു വജ്രായുധത്താലാണോ വധിക്കപ്പെട്ടത്, സഹ അയം വജ്രഃ, അങ്ങനെയുള്ള ഈ വജ്രായുധം ഈ നിസ്സാരനായ അസുരനിൽ, അൽപകേ അസുരേ മയാ മുക്തഃ, എന്നാൽ വിട്ടയക്കപ്പെട്ടത്, പ്രതിഹതഃ, ഏശാതെയായിപ്പോയല്ലോ. ഈ വജ്രം വെറും ദണ്ഡമായി, വെറും വടിയായി തീർന്നിരിക്കുന്നു. ഇങ്ങനെയുള്ള തത്, ഈ വജ്രത്തെ അഹം ന ആദതി, ഇനിമേൽ ഞാൻ എടുക്കുകയില്ല. ദധീജി മുനിയുടെ നട്ടെല്ലിനെ കൊണ്ടാണ് ഇത് സൃഷ്ടിച്ചത്, എനിക്ക് തോന്നുന്നു ബ്രഹ്മതേജഃ അപി അകാരണം, ആ ദധീജി മുനിയുടെ ബ്രഹ്മതേജസ് പോലും നിഷ്പ്രയോജനമായിരിക്കുന്നു. ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഇന്ദ്രനെ സമാധാനിപ്പിക്കാനായിട്ട് ഒരു അശരീരി വാണി അവിടെ മുഴങ്ങുകയാണ്. 37 ഇതി ശക്രം വിഷീദന്തമാഹ വാക് അശരീരിണി ന അയം ശുഷ്കൈഹി അധോ ന ആർദ്രൈഹി വധമർഹതി ദാനവഃ. ഇതി വിഷീദന്തം, ഇങ്ങനെ ചിന്തിച്ച് വിഷാദിച്ചു നിൽക്കുന്ന ശക്രം, ഇന്ദ്രനെ, അശരീരിണി വാക്ക്, അശരീരിയായ വാക്ക് ഇപ്രകാരം ആഹ, പറഞ്ഞറിയിച്ചു. അയം ദാനവഃ, ഈ നമുചി എന്ന അസുരൻ, ശുഷ്കൈഹി വധം ന അർഹതി, ഉണങ്ങിയ വസ്തുക്കളാൽ വധത്തെ അർഹിക്കുന്നില്ല. അധോ, അതുപോലെ, ആർദ്രൈഹി ന, നനഞ്ഞ വസ്തുക്കളെ കൊണ്ടും ഇവനെ കൊല്ലാൻ സാധിക്കില്ല. അങ്ങനെ ഒരു വരം അവൻ നേടിയിട്ടുണ്ട്. ഉണങ്ങിയതോ നനഞ്ഞതോ ആയ വസ്തുക്കളെ കൊണ്ട് ഇവനെ കൊല്ലാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു ആയുധം പിന്നെ ഏതാണുള്ളത്? ഒന്നുകിൽ ഉണങ്ങിയതായിരിക്കും, അല്ലെങ്കിൽ നനഞ്ഞതായിരിക്കും. ഇതല്ലാതെ വേറെ ഏതെങ്കിലും വസ്തു ഉണ്ടോ എന്ന ഒരു സംശയമാണ് വരിക. ആ അശരീരി തന്നെ പറയുകയാണ് 38-ാമത്തെ ശ്ലോകം. മയാ അസ്മൈ യദു വരോ ദത്തോ മൃത്യുഹു ന ഏവ ആർദ്ര ശുഷ്കയോഹോ അതഃ അന്യഃ ചിന്തനീയഃ തേ ഉപായോ മഘവൻ റിപോഹോ. യത്, എന്തെന്നാൽ, ആർദ്ര ശുഷ്കയോഹോ, നനഞ്ഞതോ ഉണങ്ങിയതോ ആയ ഉപകരണങ്ങളുടെ ഉപയോഗത്താൽ മൃത്യുഹു ന ഏവ, മരണം സംഭവിക്കുകയില്ലെന്ന വരഹ, വരപ്രസാദം, മയാ, എന്നാൽ, അസ്മൈ ദത്തഃ, ഇവന് കൊടുക്കപ്പെട്ടിരിക്കുന്നു. അതഃ മഘവൻ, ആകയാൽ ഹേ ഇന്ദ്ര, ഈ ശത്രുവിന്റെ, റിപോഹോ, വധത്തിനുള്ള ഉപായഃ, ഉപായം, അന്യഃ, വേറെ വല്ലതും, തേ ചിന്തനീയഃ, അങ്ങയാൽ ചിന്തിക്കപ്പെടേണ്ടതാണ്. 39-ാമത്തെ ശ്ലോകം.
താം ദൈവീം ഗിരം ആകർണ്യ മഘവാൻ സുസമാഹിതഃ ധ്യായൻ ഹേനം അധ അപശ്യത് ഉപായം ഉഭയാത്മകം. ഇങ്ങനെയുള്ള ദൈവീം ഗിരം ആകാശവാണിയെ ആകർണ്യ കേട്ടിട്ട് മഘവാൻ ഇന്ദ്രൻ അധ സുസമാഹിതഃ ഏകാഗ്രചിത്തനായി ധ്യാനിച്ചു. ഇവനെ പിന്നെ എങ്ങനെ കൊല്ലാൻ പറ്റും? നനഞ്ഞതോ ഉണങ്ങിയതോ അല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ധ്യാനിച്ചപ്പോൾ കടൽ നുര ഇത് രണ്ടുമല്ലാത്തത് അല്ലെങ്കിൽ ഇത് രണ്ടുമാണ് എന്ന രീതിയിൽ ഹേനം കടൽ നുരയെ ഇവന്റെ ഉപായമായിട്ട്, അതായത് ഇവനെ കൊല്ലാനുള്ള ഉപായമായിട്ട് അപശ്യത് കണ്ടുപിടിച്ചു. 40 ന ശുഷ്കേണ ന ച ആർദ്രേണ ജഹാര നമുചേഹ ശിരഃ തം തുഷ്ടുവുഹു മുനിഗണാഃ മാല്യൈഃ ച അവാകിരൻ വിഭും. ശുഷ്കേണ ന ആർദ്രേണ, ഉണങ്ങിയതുമല്ല നനഞ്ഞതുമല്ല, ഇത് രണ്ടുമല്ലാത്ത ഫേനം കടൽ നുര, ഇതുകൊണ്ട് നമുചേഹേ ശിരഃ ജഹാര, ആ നമുജിയുടെ തലയറുത്തു. ഇത് കണ്ട് മുനിഗണാഹ ഋഷിസംഘങ്ങൾ തം വിഭും സമർത്ഥനായ ഇന്ദ്രനെ തുഷ്ടുവുഹു വാഴ്ത്തി, മാല്യൈഹിച്ച പൂമാലകൾ കൊണ്ട് അവാകിരൻ ആ ഇന്ദ്രന്റെ മേൽ ചൊരിഞ്ഞു. 41 ഗന്ധർവമുഖ്യൗ ജഗതുർ വിശ്വാവസു പരാവസു ദേവദുന്ദുഭയോ നേതുഹു നർത്തക്യോ നനുർതുർ മുദാ. ഗന്ധർവ പ്രമുഖന്മാരായ വിശ്വാവസുവും പരാവസുവും ജഗതുഹു ദാനം ചെയ്തു. ദേവദുന്ദുഭയഃ ദേവന്മാരുടെ ദുന്ദുഭിവാദ്യങ്ങൾ നേതുഹു മുഴങ്ങി. നർത്തക്യഃ ദേവനർത്തകിമാർ മുദാ നനുർതുഹു സന്തോഷത്തോടെ നൃത്തം ചെയ്തു. 42 അന്യേ അപി ഏവം പ്രതിദ്വന്ദ്വാൻ വായു അഗ്നി വരുണാദയഃ സൂദയാമാസുഹു അസ്ത്രൗഘൈഃ മൃഗാൻ കേസരിണോ യഥ. ഇങ്ങനെ ഇന്ദ്രനെ പോലെ തന്നെ വായു അഗ്നി വരുണൻ തുടങ്ങിയ അന്യേയപി മറ്റു ദേവന്മാരും തങ്ങളുടെ നേർക്ക് ഏവം പ്രതിദ്വന്ദ്വാൻ എതിരിടാൻ വന്ന എതിരാളികളെ അവരുടെ അസ്ത്രൗഘൈഃ ശരനിരകളാൽ കേസരിണഃ മൃഗാൻ യഥ സിംഹങ്ങൾ മാനുകളെ എന്ന പോലെ സൂദയാമാസുഹു കൊന്നൊടുക്കി. എന്നാൽ ഇങ്ങനെ കണക്കില്ലാത്ത വിധം അസുരന്മാർ കൊല്ലപ്പെടുന്നത് ശരിയല്ല. കാരണം ഈ പ്രപഞ്ചത്തിനൊരു അനുപാതമുണ്ട്. ഇത്ര ദേവന്മാർ, ഇത്ര അസുരന്മാർ, മനുഷ്യന്മാർ. അപ്പോൾ കണക്കില്ലാത്ത വിധത്തിൽ ഇതൊന്നും നശിപ്പിക്കപ്പെടാൻ പാടില്ല. അതിനാൽ നാരദ മഹർഷി വന്ന് ദേവന്മാരെ വിലക്കുകയാണ്. 43 ബ്രഹ്മണ പ്രേഷിതോ ദേവാൻ ദേവർഷിർ നാരദോ നൃപ വാരയാമാസ വിബുധാൻ ദൃഷ്ട്വാ ദാനവ സംശയം. ദാനവ സംശയം, അസുരന്മാർക്ക് ഉന്മൂലനാശം വരുന്നത് ദൃഷ്ട്വാ കണ്ടിട്ട് ബ്രഹ്മണ ബ്രഹ്മാവിനാൽ ദേവാൻ ദേവന്മാരോട് പറയാനായിട്ട് പ്രേഷിതഃ അയക്കപ്പെട്ട ദേവർഷി നാരദഃ ദേവർഷിയായ നാരദൻ വിബുധാൻ വാരയാമാസ ദേവന്മാരെ വിലക്കി നിർത്തി. നാരദ ഉവാച 44 ഭവദ്ഭിഃ അമൃതം പ്രാപ്തം നാരായണ ഭുജാശ്രയൈഃ ശ്രിയാ സമയധിതാഃ സർവ ഉപാരമത വിഗ്രഹാത്. നിങ്ങൾ എന്തിനു വേണ്ടിയാണോ അസുരന്മാരോട് സന്ധി ചെയ്തത്, ഭഗവാനെ ആശ്രയിച്ചത്, അതെല്ലാം നേടിക്കഴിഞ്ഞില്ലേ? നാരായണ ഭുജാശ്രയൈഃ ഭഗവാന്റെ ബാഹുബലത്തെ അവലംബമാക്കിക്കൊണ്ട് ഭവദ്ഭിഃ അമൃതം പ്രാപ്തം നിങ്ങൾക്ക് അമൃത് കിട്ടി. അത് സേവിച്ചതിനാൽ ശ്രിയാ സർവേ സമയധിതാഃ ഐശ്വര്യദേവതയാൽ എല്ലാവരും അഭിവൃദ്ധിപ്പെടുത്തപ്പെട്ടു. ഇനി വിഗ്രഹാത് ഉപാരമത, ഇനിയും എന്തിനാണ് ഈ യുദ്ധം? യുദ്ധത്തിൽ നിന്ന് വിരമിക്കുക. എന്തിനു വേണ്ടിയാണോ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചത് അത് നേടിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് നിർത്തണം. അല്ലാതെ ആവേശം കയറി എല്ലാം അങ്ങ് കീഴടക്കി കളയാം എന്നൊരിക്കലും ചിന്തിക്കരുത്. ശ്രീശുക ഉവാച 45 സംയമ്യ മന്യു സംരംഭം മാനയന്തോ മുനേർവചഃ ഉപഗീയമാന അനുചരൈഃ യയുഹു സർവേ ത്രിവിഷ്ടപം. ഇങ്ങനെ മുനേഹേ വചഃ മാനയന്തഃ നാരദമുനിയുടെ വാക്കിനെ മാനിച്ചുകൊണ്ട്
മഞ്ഞു സംരംഭം സംയമ്യ, കോപാവേശത്തെ അടക്കി നിർത്തിയിട്ട് സർവേ ഉപഗീയമാന അനുചരൈഹി, പാടിപ്പുകഴ്ത്തുന്ന അനുചരന്മാരോട് ഒന്നിച്ച് ത്രിവിഷ്ടപം യയുഹു, ദേവലോകത്തേക്ക് യാത്ര തിരിച്ചു. 46. യേ അവശിഷ്ടാരണേ തസ്മിൻ നാരദ അനുമതേന തേ ബലിം വിപന്നമാദായ അസ്തം ഗിരിം ഉപാഗമൻ. അതേസമയം ആ രണേ, തസ്മിൻ രണേ, ആ യുദ്ധത്തിൽ യേ അവശിഷ്ടാഹ, അവശേഷിച്ചിരുന്ന ഏതാനും അസുരന്മാർ, അവരോട് നാരദ മഹർഷി പറഞ്ഞു ബലിയെ തിരിച്ചു കൊണ്ടുപോകാൻ, ബലിയുടെ ആ ശവശരീരത്തെ എടുത്തു കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ തേ നാരദ അനുമതേന, നാരദ മഹർഷി പറഞ്ഞതനുസരിച്ച് വിപന്നം ബലിം, മൃതനായ മഹാബലിയെ ആദായ, എടുത്ത് അസ്തം ഗിരിം, അസ്തമയ പർവ്വതത്തിലേക്ക് ഉപാഗമൻ പോയി. 47 ശ്ലോകം. തത്ര അവിനഷ്ട അവയവാൻ വിദ്യമാന ശിരോധരാൻ ഉശനാ ജീവയാമാസ സഞ്ജീവിന്യാ സ്വവിദ്യയാ. ഇങ്ങനെ ആ യുദ്ധത്തിൽ അവിനഷ്ട അവയവാൻ, അവയവങ്ങളൊന്നും അറുത്തുപോകാത്തവരും, വിദ്യമാന ശിരോധരാൻ, തലകളുള്ളവരുമായ അസുരന്മാരെ ഉശനാഹ, അസുരഗുരുവായ ശുക്രമഹർഷി, സഞ്ജീവിന്യ, മൃതസഞ്ജീവിനി എന്ന തന്റെ സ്വവിദ്യയ, വിദ്യ കൊണ്ട് ജീവയാമാസ, ജീവിപ്പിച്ചു. 48. ബലിഹീച്ച ഉശനസാ സ്പൃഷ്ടഃ പ്രത്യാപന്ന ഇന്ദ്രിയ സ്മൃതിഃ പരാജിതഃ അപി ന അഖിദ്യത് ലോകതത്വവിചക്ഷണഃ. ഉശനസാ സ്പൃഷ്ടഃ, ശുക്രമഹർഷിയാൽ സ്പർശിക്കപ്പെട്ട ബലിഹീച്ച, മഹാബലിയും പ്രത്യാപന്ന ഇന്ദ്രിയ സ്മൃതി, വീണ്ടുകിട്ടിയ ഇന്ദ്രിയ ശക്തിയോടും സ്മരണശക്തിയോടും കൂടിയവനായി ഭവിച്ചു. അദ്ദേഹം പ്രഹ്ലാദന്റെ കൊച്ചുമകനായതുകൊണ്ട് തന്നെ ആ മുത്തച്ഛന്റെ കുറെ ഗുണങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ലോകതത്വ വിചക്ഷണഃ, ഈ ലോകതത്വത്തിന്റെ അപാരജ്ഞാനമുള്ള അദ്ദേഹം താൻ യുദ്ധത്തിൽ പരാജയപ്പെട്ടു എന്ന സത്യം മനസ്സിലാക്കിയെങ്കിലും പരാജിതഃ അപി, അതിൽ ന അഖിദ്യത്, വ്യസനിക്കുകയുണ്ടായില്ല. കാരണം ഇവിടെ എല്ലാം സമയത്തെ ആശ്രയിച്ചാണ്. നല്ല കാലം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്താലും നല്ലതായി ഭവിക്കും. കഷ്ടകാലം വരുമ്പോൾ എന്ത് വീരശൂരത്വം പറഞ്ഞാലും എല്ലാം നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. സമയമാണ് എല്ലാം എന്ന് സർവജ്ഞനായ മഹാബലിക്ക് അറിയാമായിരുന്നു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ അഷ്ടമസ്കന്ധേ ദേവാസുര സംഗ്രാമേ 11 അധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ.